ഹലോ, ഇത് നമ്മുടെ ഓസ്ട്രേലിയയിൽ സിഡ്നിയിലുള്ളൊരു സൂ ആണ്. ഈ സൂവിൻ്റെ പേര് തരോങ്ക സൂ എന്നാണ്. ഇവിടെ വെറൈറ്റീസ് ഓഫ് ആനിമൽസ്, ബേർഡ്സ് ഒക്കെ ഉണ്ട്. ഇത് ഒരു വലിയ ഏവിയറിയാണ്. അതിൽ തന്നെ കുറേ ബേർഡ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബേർഡ്സ് ഉണ്ട്. അവരാണെങ്കിൽ രസമാണ്. മോങ്കോ, പിന്നെ കോക്കാട്ടു, അങ്ങനത്തെ ബേർഡ്സ് കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഇത് റാറ്റ്സ് ആണ്. റെയർ ടൈപ്പുള്ള റാറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഹാംസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ബാറ്റ്സ് ആണ്. വെറൈറ്റീസ് ഓഫ് ബാറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ ഡെക്കറേറ്റ് ചെയ്ത ആ ഒരു വേ, ഗുഹയ്ക്ക് പോകുന്ന ഒരു വേ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഇത് നോർമൽ ടൈപ്പ് ഓഫ് റാറ്റുകളാണ്. പിന്നെ ഇതൊരു ആനിമലായിരുന്നു. മരിക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു, ബിക്കോസ് അത്രയും ഇരുട്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ ഒരു വീഡിയോ, ആ ഒരു ആനിമലെ ഷൂട്ട് ചെയ്യാൻ മരിക്ക് പറ്റിയില്ല. പിന്നെ ഇത് നമ്മുടെ കോളാസ് ആണ്. അവരാണ് നല്ല രസമായിരുന്നു കേട്ടോ. അവർ മരിക്കുന്ന പൊസിഷനും ഒക്കെ നല്ല രസമായിരുന്നു കാണാൻ, നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഈ ഒരു ആനിമൽ കാംഗറൂസ് ആണ്. പിന്നെ ഇത് നമ്മുടെ അവിടുത്തെ ഒരു വ്യൂ ആയിരുന്നു. ഇത് വെറൈറ്റീസ് ഓഫ് ടൈപ്പ് ഓഫ് ഡക്സ് ആയിരുന്നു. അത് അവരുടെ ആള് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞൊക്കെ രസമായിരുന്നു. പിന്നെ ഇത് കാപ്പിബാരാസ് ആണ്. പിന്നെ ഇത് സീൽ ഷോ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടേക്ക് വന്നപ്പോൾ സീൽ ഷോ നടക്കാൻ പോവായിരുന്നു. സോ ഞങ്ങൾക്ക് അവിടെ ഒരു സീറ്റ് കിട്ടി. ഞങ്ങളവിടെ സീൽ ഷോ ഇന്ന് കാണായിരുന്നു. അവരുടെ സീൽ ചെയ്യുന്ന നല്ല കളികളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഹാൻഡ് ഷേക്ക് ഒക്കെ കൊടുത്തു കേട്ടോ, നല്ല രസമായിരുന്നു. ഇതിന് എത്രയോ 7 years ആണ് ഇവന്റെ ഏജ് എന്നാണ് ആള് പറഞ്ഞത്. പിന്നെ 1 day 9 kilogram ഓഫ് ഫുഡാണ് കൊടുക്കുന്നത്. But it's only really in the water when we get to see those flippers go to work. So Abel, let's see you in action, buddy. Nope. Alright. Here we go. You can do it, Abel. Good boy. Now Abel does this with extreme ease. You can just see how graceful they are. Beautiful work, Diego. Now at the end of each of those whiskers, there's a sensitive nerve fibre, and that's what helps a seal like Diego detect movement made by fish when they can't rely on their eyesight. Now Diego, he's on a healthy diet at the moment. He's packing away around 9. പിന്നെ അവിടുന്ന് ഒരു വ്യൂ, വേറൊരു വ്യൂ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇത് പെൻഗ്വിൻസ് ആണ് കേട്ടോ, ബേബി പെൻഗ്വിൻസ് ആണ്. അവരവിടെ നല്ല ക്യൂട്ടായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. ഇതും സീല് തന്നെയാണ് കേട്ടോ. ഇത് റെഡ് പാൻഡാസ് ആണ്. ഇവര് നല്ല രസമായിരുന്നു. അതിൽ ആ കേജിൽ തന്നെ കുറേ എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ചിരിക്കണേ. ഇത് വേറൊരു ടൈപ്പ് ഓഫ് ടൈഗേഴ്സ് ആണ്. ഇപ്പോൾ നമ്മൾ മെട്രോയിലേക്ക് പോവാണ്. മെട്രോ പോയിട്ട് നമുക്ക് മാർട്ടിൻ പ്ലേസ് എന്നൊരു സിറ്റി പോയിട്ട് അവിടുത്തെ ലൈറ്റ്സ് ഒക്കെ കാണാം. ചർച്ച് ഉണ്ടായിരുന്നു, നല്ല ഭംഗിയിൽ ഡിസ്പ്ലേ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അവർ.
ചർച്ചിൽ നിന്ന് മേലിലത്തെ വ്യൂ ആണ്. പിന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ആ ചർച്ച് കാണാൻ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ പിന്നെ ഓരോ സ്റ്റോറീസാണ് അവർ കാണിക്കുന്നത്. അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ഇപ്പം ഞങ്ങൾ അവിടുത്തെ മെയിൻ സിറ്റിയിലത്തെ അവിടെ വലിയ ക്രിസ്മസ് ട്രീ കാണാൻ പോകുന്നതാണ്. ഇതാ കാണുന്നതാണ് വലിയ ക്രിസ്മസ് ട്രീ. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. സ്ട്രീറ്റിലത്തെ ആ ഒരു ക്രിസ്മസ് ഡെക്കറേഷനും ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ വയലിൻ വായിക്കലും അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ആ ഒരു സ്ട്രീറ്റിൽ നടക്കുന്നുണ്ടായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്ത് പോവാണ്. ഇനി പുതിയ വീഡിയോ കാണാം. ബൈ.